ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ഫൺ സീറ്റ്സ് മീ ജൂലിയ. അപ്പോൾ ഗൈസ് നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചായി നമ്മൾ കണ്ടിട്ട്, അതായത് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ചായി. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമുക്ക് പുതിയ പുതിയ പ്രൊജക്ട്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്തതുണ്ട്. അതായത് നമുക്ക് ട്രസ്റ്റബിൾ ആണെന്ന് തോന്നുന്ന പ്രൊജക്ട്സ് മാത്രം നിങ്ങളുടെ അടുത്ത് എത്തിച്ചാൽ മതിയല്ലോ. അപ്പം വെറുതെ വരുന്ന എല്ലാ പ്രൊജക്ട്സും വാരി വലിച്ചിടണ്ടാലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള പ്രൊജക്ട്സുകളൊന്നും ഇടാത്തത്. സോ പുതിയ ഏത് പ്രൊജക്റ്റ് വന്നാലും നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മറ്റൊരു പുതിയൊരു പ്രൊജക്റ്റാണ്. എത്ര എന്നാണ് പ്രൊജക്റ്റിൻ്റെ പേര്. സോ എത്രയുടെ ഷിപ്പ് എക്കോസിസ്റ്റം എന്നൊരു വ്യത്യസ്തമായ വെബ്3 പ്രൊജക്റ്റിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ കാണുന്ന പല ക്രിപ്റ്റോ പ്രൊജക്റ്റുകളും ഡിഫൈ, ഗെയിമിംഗ്, AI തുടങ്ങിയ മേഖലകളെ കേന്ദ്രീകരിച്ചാണല്ലോ. എന്നാൽ എത്ര ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സമീപനമാണ് സ്വീകരിച്ചേക്കുന്നത്. ലോകവ്യാപാരമായി ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായങ്ങളിലൊന്നായ മറീടൈം ഷിപ്പിംഗ് ഇൻഡസ്ട്രിയെയും വെബ്3 സാങ്കേതിക വിദ്യയെയും ബന്ധിപ്പിക്കാനാണ് ഈ പ്രൊജക്റ്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എത്ര എന്നുള്ളത് തന്നെ നമുക്ക് ആദ്യം നോക്കാം. എത്ര എന്നത് ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോട്ടോകോൾ ആണ്. വെബ്3 ഗവേണൻസ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഡിജിറ്റൽ കോർഡിനേഷൻ എന്നിവ മാരിടൈം ഇൻഡസ്ട്രിയുമായി സംയോജിപ്പിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ലോക വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും സമുദ്രമാർഗമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ വളർച്ചയെയും ഡിജിറ്റൽ നവീകരണത്തെയും പിന്തുണയ്ക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ലെയർ രൂപപ്പെടുത്താനാണ് എത്ര ശ്രമിക്കുന്നത് തന്നെ. ഈ ഒരു എക്കോസിസ്റ്റത്തിന്റെ പ്രധാന യൂട്ടിലിറ്റി ടോക്കനാണ് ഷിപ്പ് ടോക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ ഗവേണൻസ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, എക്കോസിസ്റ്റം എൻഗേജ്മെന്റ് എന്നിവയ്ക്കാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ. അതായത് ഷിപ്പ് ടോക്കൺ കൈവശം വയ്ക്കുന്നവർക്ക് പ്രൊജക്ടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളിൽ പങ്കാളികളാവാനും ഒക്കെ അവസരം ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഷിപ്പ് ടോക്കൺ ഒരു കപ്പലിന്റെ ഉടമസ്ഥാവകാശമോ അല്ലെങ്കിൽ ലാഭവിഹിതമോ മെറിടൈം അസറ്റിലുള്ള സാമ്പത്തിക അവകാശങ്ങളോ നൽകുന്നില്ലെന്ന് പ്രൊജക്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എത്ര മെറിടൈം അസറ്റും റിയൽ വേൾഡ് ഫ്രെയിംവർക്കും അടിസ്ഥാനമാക്കി ഒരു വലിയ എക്കോസിസ്റ്റം നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഷിപ്പിംഗ് മേഖലയെ കൂടുതൽ തുറന്നതും കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും നടത്താൻ സഹായിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ഇപ്പൊ നിലവിലെ മിഷൻസും പോയിന്റ്സും ലീഡർ ബോർഡ് തുടങ്ങിയ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് വഴിയാണ് യൂസേഴ്സിനെ എക്കോസിസ്റ്റത്തിലേക്ക് ആകർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ RWA, ഷിപ്പിംഗ്, വെബ്3 എന്നീ മേഖലകളിലെ സംയോജനത്തില് താല്പര്യമുള്ളവർക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു പ്രൊജക്റ്റാണ് എത്ര എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ കടക്കാം. സോ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി സൈറ്റിലേക്ക് കയറുക. അപ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യണം. സോ വാലറ്റ് കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ നിങ്ങൾ പുതിയൊരു വാലറ്റ് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഹോൾഡിങ്സ് ഉള്ള വാലറ്റ് ഒന്നും കണക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇത് കഴിയുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈൽ എടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ സോഷ്യൽ അക്കൗണ്ട്സ് കണക്ട് ചെയ്യാനായിട്ട് ചോദിക്കും. ഡിസ്കോഡും അതുപോലെ തന്നെ ട്വിറ്ററും കണക്ട് ചെയ്യാനായിട്ട് ചോദിക്കും. ജസ്റ്റ് അത് രണ്ടും നിങ്ങൾ ലിങ്ക് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾ താഴേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ കുറച്ച് ടാസ്കുകളൊക്കെ കാണാം. കുറച്ച് സിമ്പിൾ ടാസ്കുകളാണ്. ജസ്റ്റ് അതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അവരുടെ ട്വിറ്റർ പേജ് ഫോളോ ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും റീപോസ്റ്റ് ചെയ്യുന്നതും അങ്ങനത്തെ ചെറിയ ചെറിയ ടാസ്കുകളാണ്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ഒരു 3-4 ടാസ്ക് ഉണ്ട്. അത് മാത്രമാണ് ജസ്റ്റ് Q&A പോലെ. അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒരു ക്വിസ് പോലെ നിങ്ങൾ എഴുതിയാൽ മതി. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് 4 ഓപ്ഷൻസും കാണും. അതിൽ റൈറ്റ് ആൻസർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഓരോന്നായിട്ട്. അപ്പോൾ അത് ഓരോന്നും നിങ്ങൾ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്ത് കാണുക. അതല്ല എങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ അതിൻ്റെ ആൻസേഴ്സ് കൊടുത്തേക്കാം. അതായത് ഓപ്ഷൻ A ആണോ B ആണോ എന്നുള്ളത് കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ ചെയ്യാനായിട്ടുള്ളത്. നിങ്ങൾ മാക്സിമം ആ ഒരു ടാസ്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് മാക്സിമം പോയിൻറ്റ്സും നിങ്ങൾ ഏൺ ചെയ്യുക. ഇവിടെ എത്രത്തോളം നിങ്ങൾ പോയിൻറ്റ്സ് ഏൺ ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നിങ്ങൾ എത്രത്തോളം ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ഏർലി സ്റ്റേജ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റഡി നടത്തുക തന്നെ ചെയ്യണം. കാരണം ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം ആപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക്
വ്യക്തമായൊരു ധാരണയില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ഓക്കെ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നാൽ മാത്രം മതി. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ വാലറ്റ് കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പുതിയൊരു വാലറ്റ് തന്നെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഹോൾഡിങ്സ് ഉള്ള ഒരു വാലറ്റും നിങ്ങൾ ഇതിനകത്ത് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ, അത്രയും മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്രയുള്ള നമ്മളത്തെ വീഡിയോ നടന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ. ബൈ ഗായ്സ്.